എല്ലാവർക്കും നമസ്കാരം. സ്പിരിച്വാലിറ്റി 777 എന്നൊരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ടെലിപ്പത്തിക് കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കോളോ മെസ്സേജോ വരാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു ടെക്നിക്ക്. വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ടെക്നിക്കാണ് ടെലിപ്പത്തിക് കമ്മ്യൂണിക്കേഷൻ. ടെലിപ്പത്തിക് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മൾ എന്താണോ നമ്മൾ വിചാരിക്കുന്നത് അതന്നെ അപ്പുറത്തെ ആളും വിചാരിക്കും. അതാണ് ടെലിപ്പത്തിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മൈൻഡ് ടു മൈൻഡ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം. നിങ്ങൾ വിചാരിക്കുന്ന കാര്യം അപ്പുറത്ത് നിൽക്കുന്ന ആൾ അതേ സെയിം കാര്യം വിചാരിക്കും. ഇപ്പം നമ്മളിങ്ങനെ തമാശയ്ക്ക് പറയാറുണ്ട്, ഞാനിപ്പോൾ നിന്നെപ്പറ്റി വിചാരിച്ചേ ഉള്ളൂ, അപ്പത്തേക്ക് നിന്നെ കണ്ടു, അല്ലെങ്കിൽ അപ്പത്തേക്ക് നീ വിളിച്ചു. ഇതൊക്കെ ഒരു തരം ടെലിപ്പത്തിക് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഭാഗമാണത്. അതെവിടെയോ നമ്മൾ തമ്മിൽ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ടെലിപ്പത്തിക് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞു പോയ ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങളുമായി വെറും തെറ്റിദ്ധാരണയുടെ പേരിൽ നിങ്ങളിൽ നിന്നും അകന്നു പോയ ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില വ്യക്തികളെ തിരിച്ചു വേണം, അങ്ങനത്തെ ഉള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ എന്തെങ്കിലും അപ്പുറത്തെ ആൾ അത് പറയണം. അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ് ഡീൽ ഉണ്ടെന്ന് വിചാരിക്കും, ആ ബിസിനസ് ഡീൽ ചെയ്യാം എന്ന് അപ്പുറത്ത് നിൽക്കുന്ന ആൾ പറയണം. ഓക്കെ, അത് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ മറ്റാളെ കൊണ്ട് പറയിക്കുന്നതാണ് ഈ ടെലിപ്പത്തിക് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ആദ്യം ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം, അതായത് നിങ്ങളെ ആരും ഡിസ്റ്റർബ് ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് നിങ്ങളിരിക്കുക. ഇരുന്നിട്ട് ഫുള്ള് നെഗറ്റീവ് തോട്ട്സ് എല്ലാം മാറ്റി വയ്ക്കുക. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് അത് നിങ്ങൾ ചെയ്യണം. ഓക്കെ, എന്നാലേ നിങ്ങളുടെ മൈൻഡ് കാമാവുള്ളൂ. ഒരു 15 to 21 ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് നല്ലതായിരിക്കും. കുറച്ചധികം റിലാക്സേഷനിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. ഇപ്പം നിങ്ങൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നിങ്ങളുമായി പിരിഞ്ഞു പോയ ഒരു വ്യക്തിയാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ ഒരിക്കലും അയാളുമായിട്ടുള്ള നെഗറ്റീവ് ഓർമ്മകൾ, അല്ലെങ്കിൽ നിങ്ങൾ വഴക്കിട്ട കാര്യങ്ങൾ, നിങ്ങളെ കരയിപ്പിച്ച കാര്യങ്ങൾ ഇതൊന്നും ഓർക്കരുത്. നിങ്ങളെപ്പോഴും ആലോചിക്കേണ്ടത് അയാളുമായി നിങ്ങൾ ചിലവഴിച്ച നല്ല മൊമെൻറ്റ്സ്, നല്ല ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് അവിടെ വരരുത്. നിങ്ങൾ കണ്ണടയ്ക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. എത്രത്തോളം നിങ്ങൾക്ക് വേണോ അത്രത്തോളം നിങ്ങൾക്കത് ചെയ്യാം. നിങ്ങളുമായി അയാൾ സ്പെൻഡ് ചെയ്ത ടൈം നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. അതല്ല, ഒരു ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ വേണ്ടി അയാൾ നിങ്ങളെ സെലക്ട് ചെയ്യുകയാണ് എന്ന് പറയുന്ന ഒരു രംഗമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അത് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. അപ്പോൾ അവിടെ വിഷ്വലൈസേഷനും കൂടി നടക്കുവാണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിൽ ആ വ്യക്തി ഇരിക്കുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സോ, ഇപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ്, അല്ലെങ്കിൽ നിങ്ങൾ ഹാപ്പിയസ്റ്റ് മൊമെൻറ്റിൽ അയാളിട്ട ഡ്രസ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാം. നിങ്ങളുടെ ഒരു ഇതുപോലെ ചിന്തിക്കാം. നിങ്ങളുടെ നെറ്റിയിൽ നിന്നും അപ്പുറത്തെ വ്യക്തിയുടെ നെറ്റിയിലേക്ക് ഒരു വൈറ്റ് കളർ വെളിച്ചം, ഒരു ട്യൂബ് പോലെ വൈറ്റ് കളർ വെളിച്ചം കണക്ട് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കാം. നിങ്ങളുടെ നെറ്റിയുടെ നടുക്ക് ഭാഗത്ത് കേട്ടോ, അതായത് ഈ തൃക്കണ്ണ് എന്നൊക്കെ പറയുന്ന ആ ഭാഗത്ത് നിന്ന്, നിങ്ങളുടെ നടുക്ക് നിന്ന്, പിരികത്തിൻ്റെ നടുക്ക് നിന്ന് അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ നെറ്റിയിലേക്ക്, അതായത് പിരികത്തിൻ്റെ നടുക്കിലേക്ക് വൈറ്റ് കളർ വെളിച്ചം പോകുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് ആ വെളിച്ചത്തിലൂടെ നിങ്ങൾക്ക് വേണ്ട മെസ്സേജ് നിങ്ങൾ സങ്കല്പിക്കുക. ഇപ്പോൾ നിങ്ങൾക്കൊരു ടെക്സ്റ്റ് മെസ്സേജാണ് വേണ്ടതെങ്കിൽ ടെക്സ്റ്റ് മീ എന്ന് പറഞ്ഞ് മെസ്സേജ് പാസ് ചെയ്യുക. നിങ്ങളെ വിളിക്കുകയാണ് വേണ്ടതെങ്കിൽ കോൾ മീ എന്ന് പറഞ്ഞ് മെസ്സേജ് പാസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് ആലോചിക്കുക. ഇപ്പോൾ ഇൻ്റർവ്യൂ സെലക്ഷൻ ആണെങ്കിൽ യു ആർ സെലക്റ്റഡ്. ഇപ്പോൾ എൻ്റെ പേര് രുക്മിണി എന്നാണ്, അപ്പം രുക്മിണി യു ആർ സെലക്റ്റഡ്.
അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ മെസ്സേജ് പാസ് ചെയ്യുക എന്ന് പറയുന്നത് എങ്ങനെയാണെന്നുള്ളത്. അതായത് ഒന്നുകൂടെ ഞാൻ ക്ലിയർ ആക്കി പറഞ്ഞുതരാം. ഇപ്പം നമ്മളൊരു വെള്ള വെളിച്ചം നിങ്ങളുടെ പിരികത്തിൻ്റെ നടുക്ക് നിന്നും അപ്പുറത്തിരിക്കുന്ന, അതായത് നിങ്ങൾ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ആളുടെ നെറ്റിയിലേക്ക് കണക്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കണം. ആ വെളിച്ചത്തിൻ്റെ ഉള്ളിൽ കൂടെ അല്ലെങ്കിൽ ഒരു ട്യൂബിൽ കൂടെ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട മെസ്സേജ് നിങ്ങൾ അയാളിലേക്ക് പാസ് ചെയ്യുക. പാസ് ചെയ്തതിന് ശേഷം അത് അയാളുടെ നെറ്റിയിൽ ചെന്ന് തറച്ച് ഉള്ളിലേക്ക് കയറുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. നെറ്റിയിൽ ചെന്ന് തറച്ച് അത് ആളുടെ തലയുടെ ഉള്ളിലേക്ക് കയറുന്നു, ആളുടെ ശരീരത്തിനുള്ളിലേക്ക് കയറുന്നു. അങ്ങനെ ഒന്ന് സങ്കല്പിക്കുക. എന്നിട്ട് നിങ്ങൾ കണ്ണടച്ച് വീണ്ടും ഇമാജിൻ ചെയ്യുക. വിഷ്വലൈസേഷൻ ഭയങ്കര പവറാണ്, അത് നിങ്ങൾക്ക് അറിയാണ്ടാണ്. വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് മീ എന്നാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് എങ്ങനെയാണ് സേവ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ നിങ്ങളിങ്ങനെ വിഷ്വലൈസ് ചെയ്യുക. എന്നെ അയാൾ വിളിച്ചു അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങളിങ്ങനെ വിഷ്വലൈസ് ചെയ്യുക. മെസ്സേജ് വരുന്നു, മെസ്സേജ് വന്ന് പേര് നിങ്ങളെങ്ങനെയാണോ പേര് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയാണ്. ആ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ എക്സൈറ്റഡ് ആവുന്നു, മെസ്സേജ് തുറക്കുന്നു. നിങ്ങൾ എന്താണോ അയാൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത് അയാൾ പറയുന്നു. നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള കാര്യം അയാൾ അവിടെ നിന്ന് പറയുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് സങ്കല്പിക്കാം. അതും പോരാങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ സങ്കല്പിക്കാം, ഇപ്പം നിങ്ങൾ വിളിക്കുവാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു ഡിഫോൾട്ട് റിംഗ് ടോണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ റിംഗ് ടോൺ കേൾക്കുന്നു, ശരിക്കും നിങ്ങൾ കേൾക്കണം കേട്ടോ, ശരിക്കും അത് നിങ്ങൾ ഫീൽ ചെയ്യണം. കേൾക്കുന്നു, ആ പേര് കാണുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന എക്സൈറ്റ്മെൻറ്റ്, ആ ഒരു എന്തൊരു ഫീലായിരിക്കും അല്ലേ. ആ പേര് കാണുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്ന ആ ഒരു ഹാപ്പിനെസ് അത്ര എക്സ്ട്രീം ആയിരിക്കും അല്ലേ. അപ്പോൾ കോള് വരുന്നു, ആ റിംഗ് ടോൺ കേൾക്കുന്നു, അപ്പോൾ ഫോൺ എടുക്കുന്നു, ഫോണെടുത്ത് സംസാരിക്കുന്നു. നിങ്ങൾ എന്താണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത് അയാൾ അപ്പുറത്ത് നിന്ന് പറയുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, താങ്ക് യു താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക. നിങ്ങളുടെ മെഡിറ്റേഷൻ ഇതോടെ കഴിഞ്ഞു. അപ്പോൾ ഇത് വളരെ പവർഫുള്ളായിട്ടുള്ള ടെക്നിക്കാണ്. ഞാൻ ആദ്യമേ പറയുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ ഒന്നും കൂടെ പറയാം, ശ്രദ്ധിച്ച് കേട്ടോളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾ ഓപ്പോസിറ്റ് ഇരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ നെറ്റിയിൽ നിന്നും അതിന് മുന്നേ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക. നല്ല മൊമെൻറ്റ്സ് ആലോചിക്കുക. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആൾ ഫ്രണ്ടിലിരിക്കുന്നു. നെറ്റിയിൽ നിന്ന് അപ്പുറത്തെ ആളുടെ നെറ്റിയിലേക്ക് ഒരു വെള്ള വെളിച്ചം പോകുന്നു. ആ വെളിച്ചത്തിൽ കൂടെ നിങ്ങൾക്ക് വേണ്ട മെസ്സേജ് നിങ്ങൾ പാസ് ചെയ്യുന്നു. അത് പോകുന്നതായിട്ട് സങ്കല്പിക്കാം. മെസ്സേജ് ആ ലൈറ്റിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നതായിട്ട് സങ്കല്പിക്കാം. നേരെ ചെന്ന് അയാളുടെ നെറ്റിയിലേക്ക് തറച്ച് കയറുന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജോ കോളോ വരുന്നതായിട്ട് സങ്കല്പിക്കുക. അത് ഡിഫോൾട്ട് റിംഗ് ടോണൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ആ റിംഗ് ടോണൊക്കെ നിങ്ങൾക്ക് കേൾക്കണം. അല്ലെങ്കിൽ അതായത് ഫീൽ ചെയ്യുക, ടച്ച് ചെയ്യാന്നൊക്കെയാണ് നമ്മൾ അതിനെ പറയേണ്ടത്. വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഫീൽ ചെയ്യണം, ടച്ച് ചെയ്യണം. ആ റിംഗ് ടോൺ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു ഇത്, അപ്പോൾ നിങ്ങൾ ശരിക്കും ആ റിംഗ് ടോൺ കേൾക്കണം. അതുപോലെ തന്നെ പേര് എങ്ങനെയാണോ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, പ്രൊഫൈൽ പിക്ചർ ഉണ്ടോ, നമ്മൾ ആൾ വിളിക്കുമ്പോൾ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സങ്കല്പിക്കുക. അതെല്ലാം ഒരു നോർമലി നിങ്ങൾ സങ്കല്പിക്കണം. ആ എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. എന്താണോ അയാൾ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണോ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത് അയാൾ പറയുന്നു. അപ്പോൾ വളരെ വളരെ പവർഫുള്ളാണ്. എന്നിട്ട് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ കണ്ണ് തുറക്കുക. പിന്നെ ലീവ് ഇറ്റ്. പിന്നെ നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കരുത്. പിന്നെ അത് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾ കുറച്ച് നേരത്തേക്ക്, ഇപ്പം നിങ്ങൾ രാവിലെ എണീറ്റ് കഴിഞ്ഞ ഉടനെ ചെയ്യുന്നതിലും ബെസ്റ്റാണ് രാത്രി കിടക്കുന്നതിന് മുന്നേ ചെയ്യുന്നത്. കാരണം പിന്നെ നമ്മൾ ഉറങ്ങുകയാണ്, നിങ്ങൾ സ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല. ഇത് ചെയ്യുമ്പോൾ പറഞ്ഞ സ്ക്രീൻ ടൈം കുറയ്ക്കുക. കിടക്കുന്നതിന് മുന്നേ ഈ ഒരു പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ കിടക്കുമ്പോൾ പിന്നെ നമ്മൾ ഉറങ്ങുമ്പോൾ ഇത് മാനിഫെസ്റ്റ് ആവാൻ ഭയങ്കര എളുപ്പമാണ്. ഉറങ്ങുമ്പോൾ പിന്നെ സബ് കോൺഷ്യസ് മൈൻഡിൽ അങ്ങനെ പോയിക്കോളും. നിങ്ങളിത് രാവിലെ ചെയ്യണോണ്ട് കുഴപ്പമില്ല, എണീറ്റിരുന്ന് ചെയ്യണോണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എൻഗേജ് ആകുമ്പോൾ നിങ്ങൾ സ്ക്രീൻ ഫോൺ യൂസ് ചെയ്യും, അങ്ങനെ പല പല ഇതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഈ 2 ടൈമിൽ, രാവിലെ എണീറ്റ ഉടനെ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ, ഈ 2 ടൈമിൽ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് രാത്രി കിടക്കുന്നതിന് മുന്നാണ്. കാരണം നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഇതിങ്ങനെ കിടന്ന് ഇതാവും. ചിലപ്പോൾ നമ്മളതൊക്കെ സ്വപ്നം കണ്ടുവന്നും വരും. അപ്പോൾ അതൊക്കെ ഒരു രസമല്ലേ. അപ്പോൾ
എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. ഇപ്പോൾ ഇതിൽ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കേസാണെങ്കിലും നിങ്ങൾ ആ ഇൻ്റർവ്യൂ എടുക്കാൻ പോകുന്ന ഒരാൾ, അയാളുടെ നിങ്ങൾക്ക് അറിയുണ്ടാവില്ല ആരെ ഇൻ്റർവ്യൂ എടുക്കാൻ പോകുന്നത്, ജസ്റ്റ് സങ്കല്പിക്കുക അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെന്നുള്ളത്. നെറ്റിയും ഇതൊക്കെ തന്നെ സെയിം പ്രൊസീജിയേഴ്സ്. ആ വെളിച്ചത്തിൻ്റെ ഉള്ളിൽ കൂടെ യു ആർ സെലക്റ്റഡ്, നിഖിൽ യു ആർ സെലക്റ്റഡ്, അഖിൽ യു ആർ സെലക്റ്റഡ്. അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് സങ്കല്പിക്കണം, വിഷ്വലൈസ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് കോളും ടെക്സ്റ്റും അല്ലല്ലോ, ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ എങ്ങനെ സങ്കല്പിക്കണം, ഇൻ്റർവ്യൂവിൽ നിങ്ങൾ കയറുന്നു, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത ചോദ്യങ്ങൾ അയാൾ ചോദിക്കുന്നു, വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ ആ കോൺവെർസേഷൻ മുന്നോട്ട് പോകുന്നു, ലാസ്റ്റ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നു. അത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ഓക്കെ, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വെരി 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 പവർഫുൾ ടെക്നിക്കാണ്. തീർച്ചയായും ഇത് റിസൾട്ട് ഉണ്ടാക്കിയിരിക്കും. ഒറ്റ തവണ ചെയ്താൽ മതി, ഒറ്റ തവണ. അത് യൂഷ്വലി 24 മണിക്കൂറാണ് ഇതിന് ടൈം, 24 അവേഴ്സാണ് ടൈം. അതിൽ കൂടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒന്നില്ലെങ്കിൽ നെഗറ്റീവ് കയറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ടാവും. അതുകൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങൾ ചേസ് ചെയ്യാൻ പോയിട്ടുണ്ടാവും. ചേസ് ചെയ്താൽ നിങ്ങളുടെ കയ്യിൽ നിൽക്കില്ല. യു ഷുഡ് അട്രാക്ട് ദ പേഴ്സൺ, അതാണ് വേണ്ടത്. ഓക്കെ, എന്തായാലും ചെയ്തു നോക്കൂ കേട്ടോ.